സതീശൻ തിരിച്ചു വന്നിരിക്കുന്നു. പുത്തൻവേലിക്കരയിൽ വമ്പൻ ലീഡ് വി ഡി സതീശന്. 2000-ൽ പരം വോട്ടുകൾക്ക്, 2015 വോട്ടുകൾക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ലീഡ് ചെയ്യുകയാണ് പറവൂരിൽ. രണ്ട് സ്ഥാനാർത്ഥികൾ ഇതുവരെ 10,000 കടന്നിരിക്കുകയാണ്. അവരുടെ ലീഡ് 1 ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ, 2 മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴയിൽ. 2 പേർ 10,000 കടന്നിരിക്കുന്നു. അപ്പൊ ഷുവർ ഫ്ലക്സും വലിയ പ്രചരണ കോലാഹലമൊന്നും ഇല്ലാതെയും തെരഞ്ഞെടുപ്പ് നേരിടാം. അങ്ങനെ നേരിട്ടാലും ഇത്ര വലിയ ലീഡ് ആദ്യം തന്നെ കിട്ടുമെന്നുള്ളത് ചാണ്ടി ഉമ്മൻ തെളിയിച്ചിരിക്കുകയാണ്. മന്ത്രിമാരും ഒരു മണ്ഡലം വിട്ടുപോയില്ല, പക്ഷെ ചാണ്ടി പോയി മറ്റുള്ളവർക്ക് വേണ്ടി പ്രചാരണം നടത്തി. അതെ, രണ്ടാം റൗണ്ടിലും വീണ ജോർജ് പിറകിൽ, വി ഡി സതീശൻ പിന്നിൽ. 187 വോട്ടുകൾക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി LDF-ലെ E.T. ടൈസനെ 187 വോട്ടുകൾക്ക് ടൈസൺ ലീഡ് ചെയ്യുകയാണ്. പ്രദീപ്, എന്താണ് പറവൂരിൽ നടക്കുന്നത്? പ്രദീപ്, കേൾക്കാമോ? രണ്ട് റൗണ്ടുകൾ, ഞാനതിന് കണക്ക് പറയാം. 2 റൗണ്ടുകൾ കഴിയുന്നു. E.T. ടൈസൺ മാസ്റ്റർ 9114, വി ഡി സതീശൻ 8927. അതായത് 187 വോട്ടുകൾക്ക് 2 റൗണ്ട് എണ്ണിക്കഴിയുമ്പോൾ 16 റൗണ്ടുകളാണ് മൊത്തം ഉള്ളത്. 2 റൗണ്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ E.T. ടൈസൺ മാസ്റ്റർക്ക് 9114 വോട്ടും വി ഡി സതീശന് 8927 വോട്ടുമാണ്. അതായത് 2 റൗണ്ട് കഴിയുമ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പിറകിൽ. പ്രദീപ് ജോസഫ്, E.T. ടൈസണുമായുള്ള അന്തരത്തിൽ കുറവ് വന്നിട്ടുണ്ട്. 187 വോട്ടുകളാണ് ഇപ്പോൾ വി ഡി സതീശൻ പിന്നിൽ നിൽക്കുന്നത്. നേരത്തെ 254 വോട്ടുകൾക്കായിരുന്നു. വടക്കേക്കര പഞ്ചായത്ത് തന്നെയാണ് 2ാം റൗണ്ടിലും വന്നത്. വടക്കേക്കര എന്ന് പറയുന്നത് വടക്കൻ പറവൂരിലെ ഇടത്തെ കോട്ടയാണ്. കഴിഞ്ഞ 30 വർഷമായി ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്താണ് വടക്കേക്കര പഞ്ചായത്ത്. പക്ഷേ ഇത്തവണ സ്ഥിരീകരിച്ചെന്ന് പ്രതീക്ഷിച്ചെങ്കിലും 2 റൗണ്ട് പൂർത്തിയാകുമ്പോഴും പ്രതിപക്ഷ നേതാവ് അത് കഴിഞ്ഞാൽ UDF-ന് മേൽക്കൈയാണ്. അതായത് പറവൂർ നഗരസഭ വരും, അത് കഴിഞ്ഞ് ഏഴിക്കര പഞ്ചായത്ത് വരും, അത് കഴിഞ്ഞ് കോട്ടുവള്ളി പഞ്ചായത്ത് വരും, വരാപ്പുഴ. അങ്ങനെ അത് കഴിഞ്ഞാൽ വരാനുള്ളതൊക്കെ UDF-ന്റെ സ്വാധീന മേഖലകളിലേക്കാണ് പറവൂരിന് പോകാനുള്ളത്. വടക്കേക്കരയിലും പുത്തൻവേലിക്കരയിലുമാണ് ചെറിയ വോട്ടുകൾക്ക് വി ഡി സതീശൻ പിറകിൽ പോയത്. പറവൂർ നഗരസഭയെ പത്തനാപുരത്ത് ഗണേഷ് കുമാർ പിന്നിലാണ്. 2597 വോട്ടുകൾക്കാണ് പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ മന്ത്രി പിന്നിൽ നിൽക്കുന്നത്. അത് ആദ്യ റൗണ്ട് എണ്ണുമ്പോൾ തന്നെ ഇതേക്കുറിച്ചുള്ള സൂചന കിട്ടിയെന്ന് വേണം മനസ്സിലാക്കാൻ. പത്തനാപുരത്തിന്റെ കാര്യത്തിൽ പത്തനാപുരം പട്ടാഴി പഞ്ചായത്ത് ഉൾപ്പെട്ട മേഖലയിലാണ് ആദ്യ റൗണ്ട് വോട്ടെണ്ണിയത്. അവിടെ കഴിഞ്ഞ തവണ 2000 വോട്ടിന്റെ ലീഡ് മന്ത്രി ഗണേഷ് കുമാറിന് ഉണ്ടായിരുന്നതാണ്. അത് കുറച്ചു കൊണ്ടുവന്ന് ഏതാണ്ട് 700 വോട്ടിന്റെ ലീഡ് നേടാൻ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് കഴിഞ്ഞു. അതായിരിക്കും ഈ മുന്നേറ്റത്തിന് കാരണം. ആലപ്പുഴയിലേക്ക് പോകാം. അവിടെ A.T. തോമസ് ലീഡ് ഉയർത്തുകയാണ്. PP ചിത്തരഞ്ജൻ 3000-ലടുത്ത് വോട്ടുകൾക്ക് പിന്നിലാണ്. രഘുനാഥ് നാരായണനുണ്ട്. രഘു, പറയൂ. മാരാരിക്കുളം വടക്കു പഞ്ചായത്തിന്റെ വോട്ടുകളാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ അവര് 1500 വോട്ടിന് മുകളിൽ ലീഡ് നേടിയ സ്ഥലമാണ്. അതിന്റെ ആദ്യ വോട്ടെണ്ണപ്പോഴാണ് ഇപ്പോൾ A.D. തോമസ് മുന്നിൽ വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ അമ്പലപ്പുഴയിലേക്ക് ഫസ്റ്റ് റൗണ്ട് 1ാം റൗണ്ട് പൂർത്തിയായിരിക്കുന്നു. 1 മുതൽ നഗരസഭയിലെ വാർഡുകളാണ് അതിനകത്തുള്ളത്. മൊത്തം 5 റൗണ്ടാണ് നഗരസഭയിലുള്ളത്. അതിൽ ആദ്യ റൗണ്ട് പൂർത്തിയായപ്പോൾ 1576 വോട്ടുകൾക്ക് ജി സുധാകരൻ മുന്നിലാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. കഴിഞ്ഞ തവണ ഈ 5 റൗണ്ട് പൂർത്തിയായപ്പോൾ കഴിഞ്ഞ തവണ 6000 മുകളിൽ വോട്ടുകൾക്ക് H. സലാം ലീഡ് ചെയ്ത സ്ഥലമാണ്. ഈ ട്രെൻഡാണ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അമ്പലപ്പുഴയിൽ ജി സുധാകരന് ഏകദേശം വിജയം ഉറപ്പാണെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി സാധിക്കും. ശരി, 89-48-3 ആ വ്യത്യാസം വളരെ വലുതാണല്ലോ ശ്രീ രാജീവരാജ്. ഇപ്പൊ 48, 58, 68, 78, 88 എണ്ണി എത്തിയാൽ 40-41 സീറ്റിന്റെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ പലരും തിരികെ വരുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ കാണിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി P. രാജൻ തിരികെ വരുന്നു. അങ്ങനെ P. പ്രസാദ് തിരികെ വരുന്നത് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ പലയിടത്തും വീണ്ടും KN ബാലഗോപാലിന്റെ ലീഡ് കുറയുന്നു. KN ബാലഗോപാലിന്റെ ലീഡ് 2 റൗണ്ട് കഴിയുമ്പോൾ 693 കുറഞ്ഞു. വലിയ ലീഡ് പ്രതീക്ഷിച്ച ബൂത്തുകളാണ് ആദ്യത്തെ 2 റൗണ്ടിൽ. ആദ്യത്തെ 2 റൗണ്ടിൽ KN ബാലഗോപാലിന് പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ലെന്ന് മാത്രമല്ല, എലത്തൂരിൽ 2 റൗണ്ട് കഴിയുമ്പോൾ UDF 1755 വോട്ടുകൾക്ക് മുമ്പിലാണ്. വിദ്യാ ബാലകൃഷ്ണൻ എലത്തൂർ പിടിക്കുമോ? 1755 വോട്ടുകൾക്ക് എലത്തൂരിൽ ലീഡ് ചെയ്യുന്നു. പയ്യന്നൂരിൽ 3 റൗണ്ട് കഴിഞ്ഞപ്പോൾ LDF 7571 വോട്ടിനാണ് ലീഡ് ചെയ്യുന്നത്. ഗുരുവായൂരിൽ LDF 337 വോട്ടിനെ ലീഡ് ചെയ്യുന്നുള്ളൂ. കാഞ്ഞിരപ്പള്ളി N. ജയരാജൻ വീഴുമോ? കേരള കോൺഗ്രസ് 0 കാഞ്ഞിരപ്പള്ളിയിൽ UDF 1254 ഇതുവരെ മുന്നിൽ വന്നിട്ടില്ല. വേറൊരു സർപ്രൈസ് ഒരു ലീഡ് വിവരം പറയാം. CP ഇടതുമുന്നണി സ്ഥാനാർത്ഥി കൊണ്ടോട്ടിയിൽ ഡോക്ടർ P. ജിജി 1 റൗണ്ട് കഴിയുമ്പോൾ 1188 വോട്ടുകൾക്ക് ലീഡ് ചെയ്യാണ്. 2 ഭാഗത്തും സർപ്രൈസുകൾ ഇഷ്ടം പോലെയുണ്ട്.
പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ പറയാറായിട്ടില്ല എന്നാണ് പറയുന്നത്. പറയാറായിട്ടില്ല. ഈ രീതിയിലുള്ള ലീഡ് ഉണ്ടാകുമോ എന്നുള്ളത് പറയാറായിട്ടില്ല. പക്ഷേ ഇടതുപക്ഷത്തിന്റെ ലിസ്റ്റ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇടതുപക്ഷം ലീഡ് ചെയ്യുന്ന LDF ലീഡ് ചെയ്യുന്ന ലിസ്റ്റ് നോക്കുമ്പോൾ അവിടെ വലിയ സർപ്രൈസുകളൊന്നും കാണാനില്ല അധികം. അതിൽ പക്ഷേ ഈ കൊണ്ടോട്ടി ഒരു സർപ്രൈസാണ്.